ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ വീഡിയോയിൽ മനസ്സിനെ അതിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, പ്രത്യേകിച്ച് മനസ്സ് ഉണരാൻ മടിക്കുന്നത്, കൂടുതൽ നിർബന്ധിക്കുമ്പോൾ മനസ്സ് നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഇതെല്ലാമാണ് നമ്മൾ കണ്ടത്. ഇനി ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മൾ മനസ്സിനെ അതിൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് മാറ്റിയേ അടങ്ങൂ എന്നുള്ള വാശിയിലാണെങ്കിൽ, അത് മനസ്സിന് ബോധ്യപ്പെട്ടാൽ പിന്നെ മനസ്സ് 18 അടവും കഴിഞ്ഞിട്ട് 19ാമത്തെ അടവ് പൂഴിക്കടകൻ പുറത്തെടുക്കും. മനസ്സ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. പിന്നെ ഓരോരോ പ്രശ്നങ്ങളായി. ചിലപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു പരാജയം വന്നു, ഒരു രോഗം വന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു സംഗതി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളിന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പേടിപ്പിക്കാന്ന് മാത്രമല്ല, മനസ്സിന്റെ പൊട്ടിത്തെറിയാണ് അത് കാണുന്നത്. കാരണം കംഫർട്ട് സോണിൽ ബ്രേക്ക് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല. ചിലരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ വിചാരിക്കും, ഓ എന്തിനാ ഈ വെറുതെ വയ്യാവേലിക്കൊക്കെ പോകുന്നത്, ആ പഴയതുപോലെ അങ്ങ് പോയാൽ മതി. വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് വിചാരിച്ച് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങൾ. ഇനി ഒന്നിനുമില്ല, ഇതൊന്നും വേണ്ട, നമുക്ക് പഴയ പടി പോയാൽ മതി എന്നൊക്കെ തീരുമാനിക്കും. പക്ഷെ അങ്ങനെ തീരുമാനിക്കരുത്. കാരണം മനസ്സിന്റെ ഈ പൊട്ടിത്തെറി എന്ന് പറയുന്നത് താൽക്കാലികമാണ്. നിങ്ങൾ കർശനമായിട്ട് ഇത് ചെയ്തേ അടങ്ങൂ, മനസ്സ് കംഫർട്ട് സോണിൽ നിന്ന് മാറിയേ പറ്റൂ എന്ന് അങ്ങോട്ട് തീരുമാനിച്ചാൽ പിന്നെ മനസ്സിന് എന്ത് ചെയ്യാൻ കഴിയും? മനസ്സ് വാലും ചുരുട്ടി നിങ്ങളുടെ പുറകെ വരും. അനുസരണയുള്ള ഒരു പൂച്ചയെ പോലെ നിങ്ങളുടെ കൂടെ വരും, പറയുന്നത് എന്തും കേൾക്കും. പിന്നെ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ വരുന്നത് മനസ്സായിരിക്കും. എക്സസൈസിന് പോണ്ടേ, നടക്കാൻ പോണ്ടേ, അല്ലെങ്കിൽ അതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാനാ മനസ്സ് ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.